ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനു മുമ്പ് വന്നവര് തന്നെയാണല്ലോ മുത്തശ്ശി. ഇയാളെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കുടുംബ പൂജാരിക്ക് പകരം ഇയാളെന്തിനാ ഇങ്ങോട്ട്? അറിയില്ല. അയ്യോ കൽപ്പനെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രേതാത്മാവിനെ ഒഴിപ്പിക്കാൻ പൂജാരി വന്നിട്ടുണ്ട്. പൂജാരി ഇന്നെങ്കിലും യഥാർത്ഥ സത്യം കണ്ടെത്തിയാ മതിയായിരുന്നു. നമസ്കാരം. തിരുമേനി വരൂ വരൂ. അല്ല തിരുമേനിക്ക് ആളെ മനസ്സിലായില്ലേ? അന്ന് പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് തിരുമേനി പറഞ്ഞ രാധിക. എന്റെ പൊന്നു തിരുമേനി, ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണോന്ന് അന്ന് അങ്ങ് പറഞ്ഞിട്ട് ആരും അതനുസരിച്ചില്ല. അതുകൊണ്ടെന്താ പ്രശ്നങ്ങൾ കൂടി കൂടി വന്നോണ്ടിരിക്കുക. മോളിങ് വന്നേ. വേറെ ഒരു പൂജാരിയെ വിളിക്കണമെന്നൊക്കെ ഇവിടെ ഒരു പക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് തന്നെ മതിയെന്ന് ഞങ്ങൾ വാശി പിടിച്ചു. അന്ന് പറഞ്ഞതൊക്കെ ഒന്നുകൂടി കടിപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. ഇത്തവണ അങ്ങ് പോകുന്നതിന് മുൻപ് അവളെ ഇവിടുന്ന് ഇറക്കണം. ആയിക്കോട്ടെ. അങ്ങയുടെ വരവ് തന്നെ ചിലരുടെ പ്രതീക്ഷ ഇല്ലാതാക്കിയിട്ടുണ്ട്. മുഖവും താഴ്ത്തി ചിലര് തിരിച്ചുപോയത് കണ്ടില്ലേ? കണ്ടു. എങ്കിൽ പിന്നെ ഞാൻ കർമ്മങ്ങൾ തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. വന്നോളൂ. ചെറിയമ്മ നോക്കിക്കോ. നമ്മുടെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞതിന് കിട്ടാൻ പോകുന്നത് അവൾക്കാ. അതെ, ഈ തലയിൽ പൂവിടലും ജപിക്കലും മാത്രം പോരാ. ഈ ബാധ ഒഴിപ്പിക്കുമ്പോ ആ ചൂരല് കൊണ്ട് തല്ലുന്നൊരു ഏർപ്പാടില്ലേ, അതും കൂടി വേണമെന്ന് പറയാം. അത് ശരിയാ. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അവൾ അടികൊണ്ട് പുളയുന്നത് എനിക്കൊന്ന് കാണണം. എന്നിട്ട് ആ വഴിക്കങ്ങ് പൊയ്ക്കോട്ടെ. ഇങ്ങനൊരു ചതി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. കുടുംബ പൂജാരിയെ വിളിക്കാമെന്നുള്ള കാര്യം പരമേശ്വരൻ ഏറ്റതുകൊണ്ടാണ്. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു. പൂജാരി വന്നപ്പോ ഏടത്തേടും ചെറിയമ്മയുടെ സ്വീകരണം കണ്ടില്ലേ? അവര് തമ്മിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതിന്ന് തന്നെ കണ്ടാലറിയാം. വരുൺ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇവിടെ ഇപ്പോ പ്രത്യേകിച്ച് എന്ത് മിണ്ടാനാ മുത്തശ്ശി? ഞാൻ എന്തെങ്കിലും ബഹളം വെച്ചാ അച്ഛൻ ശബ്ദം ഉയർത്തും. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അയാൾ ഇവളെ പിടിച്ച് പുറത്താക്കിക്കോട്ടെ എന്നാണോ?